കൊച്ചിയിൽ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കാരുണ്യ സംഘവേദിയുടെ നേതൃത്വത്തിൽ ആദരവ് സമ്മേളനം സംഘടിപ്പിച്ചു. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ ആലംബഹീനർക്കായി 214 ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുവാൻ നേതൃത്വം നൽകിയ സിസ്റ്റർ ലിസി ചക്കാലക്കലിന് കാരുണ്യ സംഘവേദിയുടെ സ്ത്രീരത്ന പുരസ്കാരം 2026 നൽകി ആദരിച്ചു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ കാരുണ്യ സംഘവേദി സംഘടിപ്പിച്ച ആദരവ് സമ്മേളനം പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവരെ പറ്റി എന്തൊക്കെ ആക്ഷേപം പറഞ്ഞു ആ സമയത്ത്, അവരതിലേക്ക് അതിജീവിച്ച് സധൈര്യം നിന്നുകൊണ്ട് എന്താ പറയുക, മന്ത്രിസഭയിൽ ഏക ആന്തരി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കരുത്ത് കാണിച്ച നേതാക്കളുള്ള രാജ്യമാണ് ഭാരതം. കേരള സംസ്ഥാന തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ എലിസബത്ത് അസീസി മുഖ്യപ്രഭാഷണം നടത്തി. ആസ് എ പേഴ്സൺ, വ്യക്തി എന്ന നിലയിൽ എന്റെ പദവിയെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു സ്റ്റുഡൻസിന്റെ ഓരൊഴിച്ച് ബാക്കിയുള്ളവരോട് ഞാൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും ജോലിയുള്ളവരുണ്ടോ എന്ന് ഞാൻ ചിലപ്പോൾ ചോദിക്കും. സ്ത്രീകളെ ഇങ്ങനെ ഇരിക്കുന്ന സമൂഹത്തിൽ നിങ്ങളുടെ ജോലിയുള്ളവർ കൈവക്കും. അപ്പോൾ ഒരു 6 or 7 പേരാ ജോലിയുള്ളവർ കൈവക്കുന്നത്. ബാക്കിയുള്ളവരോട് ഞാൻ ചോദിച്ചു, എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത്? 4:30 മണി, 5 മണി, 5:30 മണി, 6 മണി. അപ്പോൾ എപ്പോൾ കിടക്കും? ഒരു 11 മണി. ഞാൻ പണിയൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ വെളുപ്പിന് എഴുന്നേറ്റ് 11 മണിയായിരിക്കും. അപ്പോഴാണ് അവർ ആലോചിക്കണ പണിയുണ്ട്. മനസ്സിലായോ? അപ്പോൾ സ്വന്തമായിട്ട് പദവി എന്താണെന്ന് അറിയില്ല. ഒരു ഭവനം നിർമ്മിക്കുവാൻ തന്നെ ഏറെ കഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കായി 214 ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുവാൻ നേതൃത്വം നൽകിയ സിസ്റ്റർ ലിസി ചക്കാലക്കലിന് കാരുണ്യ സംഘവേദിയുടെ സ്ത്രീരത്ന പുരസ്കാരം 2026 നൽകി ആദരിച്ചു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ജുഡീഷ്യൽ അംഗവും ജില്ലാ ജഡ്ജിയുമായിരുന്ന P. മോഹൻദാസ് ഉപഹാര സമർപ്പണം നടത്തി. ഭരണഘടനയാണ് എപ്പോഴും ഞാൻ നിങ്ങളുടെ പറയും, ഈ സ്കൂളിൽ ഒരു ഭരണഘടന ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ മേശപ്പുറത്ത് ഉണ്ടാവേണ്ടതാണെന്ന് ഞാൻ അടിവരയിട്ട് ഞാൻ പറയുകയാണ്. കാരണം അത് ബൈബിൾ പോലെ അല്ലെങ്കിൽ ഭഗവത്ഗീത പോലെ അല്ലെങ്കിൽ ഖുറാൻ പോലെ നമ്മുടെ ടേബിളിൽ വെക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഭരണഘടനയ്ക്ക് അടിസ്ഥാനമായിട്ട് മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സേവനത്തിൽ നിന്നും വിരമിക്കുന്ന സിസ്റ്റർ ഫിലിമിൻ മാത്യു, വനിതാ പ്രവർത്തകർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കാരുണ്യ സംഘവേദി വൈസ് പ്രസിഡന്റ് TP സോഫിയ അധ്യക്ഷത വഹിച്ചു. അത്തരം സർവീസ് സമൂഹത്തിനു വേണ്ടി റെവറൻഡ് സിസ്റ്റർ ലിസി ചക്കാലക്ക് 214 വീടുകൾ വെക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു ഭവനം വെച്ച് കഴിയുമ്പോൾ തന്നെ ചിലർ പറയണത് കേട്ടിട്ടുണ്ട്, എൻ്റെ ആയുസ് കുറഞ്ഞു എന്ന്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്ക്, സ്ത്രീയുടെ ശക്തി എന്ത് വലുതാണ്. പാലിയേറ്റീവ് കമ്മിറ്റി കൺവീനർ ജോയ്സ് ആന്റണി, ജെയിൻ TJ, മേരി ലിസി MA, മേരി മോളി CJ, സഫിയ PM, ഫിലോമിന ആന്റണി, ക്ലാര കാമില എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്നേഹം പൊന്നണിയട്ടെ. 7's ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.